ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 25 സെന്റിൽ 5500 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഫുൾ ഫർണിഷ്ഡോടുകൂടി ലഭിക്കാവുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്ത് 100% ക്വാളിറ്റിയോടുകൂടി തന്നെ വാങ്ങിക്കാവുന്ന വീടാണ്. വീട്ടുടമ സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി പണിതിട്ടുള്ള വീടാണ്. നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കിൽ നനക്കാവുന്ന രീതിയാണ്. ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് ഗാർഡൻ എല്ലാം നനക്കാം. 5 kV സോളാർ സിസ്റ്റവും സെക്യൂരിറ്റി സിസ്റ്റവും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. 6-7 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മിൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 9 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടെയെല്ലാം ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്ക് തന്നെ നമുക്ക് കാണാം. ഇവിടെയെല്ലാം ഒരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്കായി ഊഞ്ഞാലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് വീടെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മാണം. വീടിൻ്റെ ചുറ്റളവും ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെ അടക്കം എല്ലാ അളവും വാസ്തുപ്രകാരം തന്നെയാണ് നിർമ്മാണം. എല്ലാ ഭാഗത്തും നമുക്ക് കാണാം നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടുടമ സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി പണിതിട്ടുള്ള വീട് തന്നെയാണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ഇപ്പോൾ നമ്മൾ കിണറിൻ്റെ അടുത്ത് വന്നെത്തി നിൽക്കുകയാണ്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ ഇനി നമുക്ക് തിരിച്ചു വരാം. ഫ്രണ്ടിലെ മുറ്റത്തെല്ലാം വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. നല്ല രീതിയിലുള്ള വലിപ്പമുള്ളൊരു കാർ പോർച്ച് കാണാം. 3-4 വണ്ടി അവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് കാണാം. വിശാലമായ ഒരു ഫ്രണ്ട് സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു മോഡേൺ സ്റ്റൈലിനാണ് അതിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ ഭാഗത്തെ മരങ്ങളും തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചട്ടവും ഡോറും ജനൽ വിൻഡോകളും എല്ലാം തന്നെ തേക്കിൽ തന്നെയാണ്. ഡോറ് തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഒരു കോർണർ സെറ്റ് എല്ലാം ആയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ടൈലുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും ചെറിയൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഈ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. പ്രാർത്ഥനയ്ക്കുള്ള ഒരു ചെറിയൊരു റൂം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഐവറി കളറും വുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഫ്ലോർ ടൈലുകൾ നമുക്ക് കാണാൻ കഴിയും. കജാരിയാണ് അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ട് ചേർന്നായി നമുക്കൊരു ഫാമിലി ലിവിംഗ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. എല്ലാ സ്പേസിലും നമുക്ക് കാണാം സ്പ്ലിറ്റ് AC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഡയറക്റ്റ് ഒരു സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഡോറോടുകൂടി വരുന്ന ഒരു ഫാമിലി ലിവിംഗ് ഏരിയ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി നമുക്ക് TV പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. 5D രീതിയിൽ വരുന്ന സറൗണ്ടിങ് സിസ്റ്റത്തോടു കൂടി വരുന്ന സ്പീക്കർ സിസ്റ്റമാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു സിറ്റിംഗ് ഏരിയ നമുക്ക് കാണാൻ കഴിയും. ഡബിൾ ഹൈറ്റോടു കൂടി തന്നെയാണ് എല്ലാ സ്പേസും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ടഫൻ ഗ്ലാസോടുകൂടി വരുന്ന ഒരു ഡോർ നമുക്കവിടെ കാണാം. ഇവിടെയും ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വരാം. 8 ചെയറിട്ടിരിക്കാവുന്ന ഒരു ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ 3-4 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ സീലിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ മറ്റൊരു സ്പേസ് നമുക്ക് കാണാം. അവിടെയും ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെയും നമുക്ക് കാണാം എയർ കണ്ടീഷനോട് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോട് തൊട്ട് ചേർന്നാണ് കിച്ചൺ ഏരിയ വരുന്നത്. കിച്ചണ് 2 ഡോറാണ് വരുന്നത്. ഡൈനിങ് ഹാളിലേക്കും ഈ ഒരു സ്പേസിലേക്കും കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ കിച്ചനോട് കൂടി തന്നെയാണ് നിർമ്മാണം. മനോഹരമായ വാസ്തുശാസ്ത്ര പ്രകാരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിച്ചൻ്റെ വലിപ്പം ചെറുതാക്കി നിർമ്മിച്ചിരിക്കുന്നത്.
ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്ന കിഴക്കോട്ടാണ്. ഇവിടെ ചിമ്മിനിയും ഹോബെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സൈഡ് ബൈ സൈഡോടുകൂടി വരുന്ന ഒരു ഫ്രിഡ്ജും നമുക്ക് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ അടുത്ത ബെഡ്റൂമിലേക്ക് വരാം. അടുത്ത കിച്ചണിലേക്ക് വരാം. സെക്കൻഡറി കിച്ചണിലേക്ക് വരാം. സെക്കൻഡറി കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇവിടെയും ചിമ്മിനിയും ഹോബെല്ലാം കാണാൻ കഴിയും. ഇവിടെയും ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 കിച്ചൺ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. വർക്ക് ഏരിയയിലേക്ക് പോകാം. അവിടെയാണ് വാഷ് മെഷീൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടെയായി ഇൻഡോർ പ്ലാന്റുകളെല്ലാം വെക്കാവുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. ഈ വീടിന് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത വിൻഡോ തന്നെയാണ്. നല്ല രീതിയിൽ വെളിച്ചം ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 160 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന വിശാലമായൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ കോട്ടും ബെഡും കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ഫാനും കബോർഡ് വർക്കും എയർ കണ്ടീഷനോടുകൂടി വരുന്ന തന്നെ രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം ഈ ഒരു കബോർഡ് വർക്കിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. കൺസീൽഡും ഫ്ലഷ് ടാഗും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എല്ലാം തിരിച്ചിട്ടുണ്ട്. റോക്ക കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായി CCTVയുടെ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട്. ഗസ്റ്റ് ബാത്റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും ഏകദേശം ഒരു 160 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ഫുൾ ഫർണിഷ്ഡോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. എല്ലാ സ്പേസിലും AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഹാളിലും ഡൈനിങ് ഹാളിലും എല്ലാ സ്ഥലത്തും നമുക്ക് AC കാണാൻ കഴിയും. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് ഇവിടെ നിന്നും സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ല മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസ് കാണാം. ഇരുമ്പിലും തേക്കിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസ് തേക്കിൽ പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫുൾ വർക്ക് വുഡ് വർക്കെല്ലാം തേക്കിൽ തന്നെയാണ്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നല്ല ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഓപ്പൺ വിൻഡോകളാണ്. നല്ല രീതിയിൽ വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലുള്ള വിൻഡോകൾ നമുക്ക് കാണാം. എല്ലാ വിൻഡോകളും മിക്കതും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ളത് തന്നെയാണ്. മുകളിലെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് മറ്റൊരു റൂമും ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം മോഡലിൽ തന്നെ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫുൾ ഫർണിഷ്ഡോടുകൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വിശാലമായ 4 ബെഡ്റൂമുകളാണ് ഇവിടെ കാണാൻ കഴിയുക. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സോളാർ സിസ്റ്റം അടക്കം എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വീട് തന്നെയാണ്. ഫുൾ CCTV ക്യാമറ, സോളാർ സിസ്റ്റം എന്ന് വേണ്ട നല്ല രീതിയിലുള്ള വർക്കുകൾ എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അതിനോട് തൊട്ട് ചേർന്നായി നിൽക്കുന്ന റൂം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ട ബെഡ്റൂമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റൂമാണ്. ഇതൊരു ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോറേജ് റൂമായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലായി ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. 4 ബെഡ്റൂമും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബെഡ്റൂമും അത്യാവശ്യം നല്ല വിശാലമായ ബെഡ്റൂമുകൾ തന്നെയാണ്. ഇതിനെല്ലാം ഫുൾ ഫർണിഷ്ഡ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണി ഏരിയയിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നായി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 25 സെന്റിൽ 5500 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 5 കോടി രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.